അരുൺ എവിടെ? ഇവിടെ ഉണ്ട് മാഷ് കയറി. ആ വിളിക്ക്. അരുൺ 2 ദിവസമായിട്ട് സ്കൂളിലേക്ക് വരുന്നില്ലല്ലോ. അവൻ ഇനി വരുന്നില്ല എന്നാ പറയണേ. എന്നോടും പറഞ്ഞിരുന്നു. എല്ലാരും അവനോട് ചോദിക്കുകയാണ് അത്ര അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്, എന്താ അസുഖം എന്നൊക്കെ. ഒന്നാമത് ഈ സംഘടനക്കാരും പിന്നെ PTA-ക്കാരും എല്ലാവരും കൂടെ കൂടിയിട്ട് കൊട, ചെരുപ്പ്, വസ്ത്രങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് എവിടെയെങ്കിലും മാറ്റി നിർത്തി ഫോട്ടോ എടുക്കും. എന്നിട്ട് ആ ഫോട്ടോ പത്രത്തിലും കൊടുക്കും, ഫേസ്ബുക്കിലും കൊടുക്കും. ഇതൊക്കെ കണ്ടിട്ടാണ് കുട്ടികൾ അമ്മയ്ക്ക് സുഖമില്ലേ, വീട്ടിൽ കാശില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ സഹായം കൊണ്ടല്ലേ മാഷ് ഞങ്ങൾ കഴിയണേ. അതെ, അവരുടെ ഉപകാരം ഇപ്പം നിങ്ങൾക്ക് സത്യത്തിൽ ഉപദ്രവമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യുക? അവനെവിടെ? ഇവിടെ ഉണ്ട്. അച്ചു, അരുണേ, അരുണേ. അതെ, നീ എന്താ സ്കൂളിലേക്ക് വരാത്തത്? ഞാൻ പഠിക്കണില്ല മാഷെ. പഠിക്കണില്ലേ? അതെന്താ പഠിക്കണില്ലാന്ന്? കൂട്ടുകാരൊക്കെ എന്നെ വേറെ രീതിയിലാണ് കാണുന്നത്. അവരൊക്കെ എന്നെ കളിയാക്കാം മാഷെ. എന്ത് കളിയാക്കുന്നടാ? കളിയാക്കിയാലെന്താ നിനക്ക് കുഴപ്പം? അവരോടൊക്കെ പോവാൻ പറ. അവര് കുട്ടികളല്ലേ. കുട്ടികൾ മാത്രമല്ല മാഷെ, സാറുമാരും ടീച്ചർമാരൊക്കെ എന്നെ അങ്ങനെ കാണുന്നത്. ഞാനിനി അങ്ങനെ ഇല്ല മാഷെ, എനിക്ക് നാണക്കേടാ. ഓ, സുഖമായിട്ടിരിക്കുന്നു. മന്മഥൻ വന്നു എന്നുള്ള കാര്യം അറിഞ്ഞു, കാണാൻ പറ്റില്ല. മണ്ടോദരിയെ ഞങ്ങള് ചികിത്സാ സഹായമൊക്കെ കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞില്ലേ മണ്ടോദരി? ഓ, അതിപ്പോ മാക്സിമം എല്ലാവരും അറിഞ്ഞല്ലോ. ഞങ്ങളിപ്പോ അതേ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മാഷ് ഇവിടെ ഉള്ള കാര്യം നന്നായി. പക്ഷേ ഞങ്ങള് മണ്ടോദരിയുടെ ഈ വീട് അങ്ങോട്ട് പൊളിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് വേറൊരു നല്ലൊരു വീടുണ്ടാക്കായി. ഭവന നിർമ്മാണ പദ്ധതി, അതാണ് ഞങ്ങളുടെ ഹിറ്റ്ലറിന്റെ അടുത്ത പദ്ധതി. നമ്മൾ ചെറിയ രീതിയിലല്ല, അതായത് മൊത്തത്തിൽ ഇവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് നമ്മൾ വീഡിയോയിൽ ശരിക്കും ഒരു സിനിമ പോലെ തന്നെ നമ്മൾ എടുക്കും. അത് ഇവരുടെ ഇപ്പോഴത്തെ ഒരു ദാരിദ്ര്യ അവസ്ഥയും ആ പ്രയാസമൊക്കെ നമ്മൾ പകർത്തി മൊത്തം ഈ വീടിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് ഇങ്ങനെ മൊത്തത്തിൽ ആളുകൾക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇതിപ്പോ നശിച്ച നാറാണകല്ല് കുത്തി കിടക്കുന്ന ഒരു അവസ്ഥ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഒരുപാട് സഹായങ്ങൾ അതിന്റെ പേരിൽ ഇവർക്ക് കിട്ടും. ചെക്കൻ്റെ സ്കൂളിൽ പോയിട്ട് ഓന്റെ അവസ്ഥ, ഓങ്ങനെ ഉച്ചക്കഞ്ഞിക്ക് ഇങ്ങനെ കീറി ഷർട്ടൊക്കെ ഇട്ടിട്ട് ഉച്ചക്കഞ്ഞിക്ക് ക്യൂ നിൽക്കണതും അതൊക്കെ എടുക്കുക. അത് കിട്ടാണ്ടിരിക്കണതും മണ്ടോതിരിക്കുന്ന എൻജോയന വരുന്ന അതൊക്കെ ചെയ്യാം നമുക്ക്. അതൊക്കെ എടുത്തു കഴിഞ്ഞാല് ആൾക്കാരെ ഒരു സിമ്പതി കിട്ടും. ഇതിലിപ്പോ നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ ഐഡിയ ഒക്കെ ഉഗ്രനാ, അസൽ ഐഡിയ ആണ്. പക്ഷെ നമുക്കത് ഏതായാലും ഇവിടെ നടപ്പിലാക്കണ്ട. അപ്പൊ പുറത്തെവിടെ? അല്ല, ഇവിടെ വേണ്ട. എന്റെ പൊന്നു മന്മഥ, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആളുകൾ അവരുടെ പേരും അഡ്രസ്സും ഇതൊന്നും വെളിപ്പെടുത്താതെ പാവപ്പെട്ട ആളുകളെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളാരും അത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇത് നിങ്ങളൊരു 100 രൂപ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് പിന്നെ മൈക്ക് സെറ്റും കെട്ടിയിട്ട് ഇതിങ്ങനെ വിളിച്ച് പറയേണ്ട എന്ത് കാര്യമാണുള്ളത്? അത് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. അയ്യോ മാഷേ, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല. അങ്ങനല്ല, ഇതൊരു മാതൃകയാവട്ടെ, ആർക്കെങ്കിലും ഒക്കെ പ്രചോദനം ആകട്ടെ എന്ന് കരുതിയിട്ടാണ്. എന്ത് മാതൃകയാണോ? ഇതൊക്കെയാണോ മാതൃക? നിങ്ങൾ ചെയ്യുന്ന സഹായം തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ സഹായം സ്വീകരിക്കുന്ന ആളുകളുടെ ഗതികേട് അത് കച്ചവടം ചെയ്യരുത്.